ഞങ്ങൾ ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. മല്ലൂസിൻ ലൈവ് സ്റ്റീഷ് മലയാളികളെല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത് എല്ലാ പരിപാടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. മാവേലി സെറ്റ് ചെയ്തിട്ടുണ്ട്, പൂക്കളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടിയിലും കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ തുടങ്ങിയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഓണാഘോഷ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഹായ് ബ്രോ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം വൈബ്. നമ്മുടെ ഓണാഘോഷത്തിന്റെ ഫ്ലയർ. ഓ മാൻ, ഹാപ്പി ഓണം. സൂപ്പർ ആയിട്ടില്ല? ഡിസൈനർ ഹാപ്പി ഓണം ഗൈസ്, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അമൽ ഡിസൈനർ മാവേലി ഇരിക്കുന്നു. ഇത് ലിയയുടെ വക ഫോട്ടോ കോർണർ, സെൽഫി കോർണർ. ഓക്കെ, സൂപ്പർ. ആദ്യമായി ഞാൻ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് അടുത്ത കൊല്ലം ഞാൻ തീർച്ചയായും വരും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ജാഗ്രത പ്രതീക്ഷിച്ചു. ആരോടി പാടിക്കോ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം.
ഭയങ്കര എനർജി ആണല്ലോ. ഇവർക്ക് ശരിക്കും പ്രാന്താണോ? ഗ്രീൻ ഗ്രൂപ്പിൽ ഒരു മലയാളി ഒക്കെ ഉള്ളേ. അപ്പൊ 2 മിനിറ്റിൽ കവിയാതെ മലയാളത്തിൽ മാത്രം സംസാരിക്കുക. അതിനിടയ്ക്ക് ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഔട്ട് ആക്കുന്നതാണ്. ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ കിട്ടി, എന്തായിരിക്കും ആദ്യം ചെയ്യാം? എനിക്ക് ആശയവിനിമയത്തിനുള്ളൊരു യന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് മറ്റുള്ളവരോട് അവരുടെ വിശേഷങ്ങൾ അറിയാനും അവരോട് ആശയവിനിമയം നടത്തുവാനുമാണ് ഞാൻ അത് ഉപയോഗിക്കുക. കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കളികളെല്ലാം ഞാൻ കളിക്കാറുണ്ട്. ഇന്നിട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിനെ പറ്റി സംസാരിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം മുഴുവൻ ഞാൻ കടം വാങ്ങിയതാണ് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന്. ഈ സാരി ആയാലും ഈ കമ്മലായാലും ഈ മാലയായാലും എല്ലാം എനിക്ക് സുഹൃത്ത് കടം തന്നതാണ്. സംഗീത പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. സംഗീതക്കല്ല, സംഗീതയുടെ കാറാൽ വേറൊരാള് ആക്സിഡന്റ് ആയി. അപ്പോൾ അയാൾക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ആയിട്ട് മറ്റൊരാൾക്ക് അപകടം പറ്റിയ ഞാൻ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള പരിപാടി എന്താണെന്ന് ശ്രമിക്കും. ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലവർ, ഹോം അപ്ലയൻസസ് ആയിരിക്കും വാങ്ങിക്കുക. എന്തൊക്കെയായിരിക്കും പർച്ചേസ് ചെയ്യുക, എവിടെയായിരിക്കും ഷോപ്പ് ചെയ്യുക? ഞാനൊരു പുതിയ വീട് ഏറ്റവും കൂടുതൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരിക്കും. മേശ വാങ്ങും, കസേരകൾ വാങ്ങും, അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ കേടായി പോകാതിരിക്കാനുള്ള ഒരു യന്ത്രവും വാങ്ങും. പിന്നെ എനിക്ക് എൻ്റെ ഒഴിവ് സമയങ്ങളൊക്കെ ചെലവഴിക്കാനായിട്ട് ഡാൻസ്
സമ്മറാണോ വിന്റർ ആണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് കൂടുതലും ഇഷ്ടം സമ്മറാണ്. കാരണം വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഉടുപ്പൊക്കെ എടുക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാനീയം മാമ്പഴത്തിൻ്റെ പാനീയം. മാമ്പഴത്തിൽ വളരെയധികം മധുരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് സത്വഗുണങ്ങൾ മാമ്പഴത്തിൻ്റെ പാനീയത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ആദ്യമായിട്ട് മൊബൈൽ ഫോൺ കിട്ടി. ആ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്ക് ആദ്യമായി ഇപ്പോൾ മഞ്ഞുകാലമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ മഞ്ഞ് വീഴുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലായിട്ടും ഫിൻലൻഡായിരിക്കും പോകാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടാവാം. അതിന് പ്രമാണിച്ച് മഞ്ഞുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ വസ്ത്രങ്ങളും കാലുമിടുന്ന പ്രത്യേകതരം വസ്ത്രവും എന്തായാലും വന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ മിക്കതും പോവാൻ തീവണ്ടിയിലായിരിക്കും, അല്ലെങ്കിൽ വിമാനത്തിലായിരിക്കും. കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് കീ മറന്നുപോയി വീടിന്റെ. താക്കോല് മറന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നടന്നിട്ടൊരു കാര്യമാണ്. അത് 1-2 തവണയൊന്നും അല്ല, അത് കൂടുതൽ തവണ നടന്നിട്ടുണ്ട്. അതിൽ എപ്പോഴും എനിക്ക് സഹായമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഓൾവിനാണ്. ഒരു റെസ്റ്റോറന്റ് കയറി നല്ല വിശപ്പുണ്ട്. ആദ്യമായി ഒരു ഭക്ഷണശാലയിൽ കയറി കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ആദ്യമേ തന്നെ നോക്കി വെച്ചിട്ട് അതിലേതാണ് ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ജോലി ചെയ്യും. അവിടുത്തെ ജോലിക്കാരനെ വിളിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മലയാളി ഹോട്ടലിൽ നമ്മൾ അതിശൈത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലം വെച്ച് തണുപ്പിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പുതിയ പുതപ്പുകൾ എന്തെങ്കിലും ഇട്ട് നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ഒക്കെ ഇട്ട് വേണം ഇറങ്ങാനായിട്ട്. ഞാൻ ഇട്ടിരിക്കുന്നത് ചേലയാണ്. വളരെ അധികം സുന്ദരിയായി ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിടുന്ന സാധനമുണ്ട്, കയ്യിലിടുന്ന സാധനമുണ്ട്, കാതിലിടുന്ന സാധനമുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്നത് കറുത്ത നിറമുള്ള വസ്ത്രമാണ്. കൂടാതെ വെളുത്ത വസ്ത്രവും ചുറ്റിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ആദ്യമായി കിട്ടുമ്പോൾ ഞാൻ വളരെ സന്തോഷവതിയായിരിക്കും. പഴയ ഉപകരണം വെച്ച് നോക്കുമ്പോൾ ഇത് എത്രമാത്രം എനിക്ക് ഉപയോഗകരമാണ് എന്നൊക്കെ പുതിയ പുതിയ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പം എല്ലാവരും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എപ്പോഴും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് സൂര്യാഘാതം ഏൽക്കാണ്ട് മുഖം സംരക്ഷിക്കാന്നുള്ളത്. അപ്പം അതിന് പറ്റിയിട്ടുള്ള ഒരു നുറുക്ക വിദ്യയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് കാപ്പിപ്പൊടി എടുക്കാം, തൈര് എടുക്കാം, പിന്നെ കുറച്ച് തേയില കൂടി എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കാം. ഇളക്കിയതിന് ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു 10-20 സാധാരണയായിട്ട് ഞാൻ അങ്ങനെ മുഖത്ത് ആരോഗ്യപരമായി പുരട്ടുന്നത് കുറവാണ്. കാരണം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അറിവും കുറവ് തന്നെയാണ്. കാപ്പിപ്പൊടി, കുറച്ച് പഞ്ചസാര ഇതൊക്കെ മിക്സ് ചെയ്ത് നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. പുറത്തേക്ക് പോകാനൊരു യാത്ര തീരുമാനിക്കുമ്പോൾ ഞാൻ ഫ്രാൻസാണ് സെലക്ട് ചെയ്യാം.